വിദ്യാർത്ഥികളെ, സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 6ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തേൽ 72നെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതി നോക്കൂ. വിട്ടുപോയ സംഖ്യകൾ കണ്ടെത്തി എഴുതുക. ക്വസ്റ്റ്യൻ അതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വിട്ടുപോയ സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിങ്ങനെ എഴുതാം. ഏതൊക്കെയാണ് വിട്ടുപോയ സംഖ്യകൾ? 2, 2, 9, 3. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം 2, 3, 6, 2. ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. 144നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമാക്കി എഴുതിയാൽ അതിൽ 2 എത്ര പ്രാവശ്യം ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ടൈംസ്, 4 തവണയായിരിക്കും ഉണ്ടാവുക. 4 ടൈംസ്, 4 തവണയായിരിക്കും ഉണ്ടാവുക. സി, 2 അഭാജ്യ സംഖ്യകളുടെ തുക 13 ആണ്. അതിലെ വലിയ അഭാജ്യ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 11 ആണ്. 2 അഭാജ്യ സംഖ്യകളുടെ തുക 13 ആണ്. അതിലെ വലിയ അഭാജ്യ സംഖ്യ ഏതാണ്? 11 ആണ്. ഇനി ഡി ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10ൻ്റെ എല്ലാ ഗുണിതവും 30ൻ്റെ ഗുണിതങ്ങളാണ്. 20ൻ്റെ എല്ലാ ഗുണിതങ്ങളും 30ൻ്റെ ഗുണിതങ്ങളാണ്. 30ൻ്റെ എല്ലാ ഗുണിതങ്ങളും 15ൻ്റെ ഗുണിതങ്ങളാണ്. 15ൻ്റെ എല്ലാ ഗുണിതങ്ങളും 30ൻ്റെ ഗുണിതങ്ങളാണ്. സി, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 30ൻ്റെ എല്ലാ മൾട്ടിപ്ലൈസും 15ൻ്റെയും മൾട്ടിപ്ലൈസ് ആണ്. ഗുണിതങ്ങളും 15ൻ്റെയും മൾട്ടിപ്ലൈസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിരിക്കുന്ന ബിയിൽ നമുക്ക് നോക്കാം. 110നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതാം 2 × 5 × 11 എഴുതാം. ഇനി 110ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. ഇനി സി, 110ൻ്റെ എല്ലാ ഘടകങ്ങളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1, 2, 5, 10, 11, 22, 55, 110. ഇത്രയാണ്. ഇനി ഡി ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത സംഖ്യകളെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതിയാൽ അവയിൽ 2ഉം 5ഉം ഘടകമായി വരുന്നത് ഏത് സംഖ്യയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 30 ആണ് ഉത്തരം. രണ്ടാമത്തേത്, വൃത്തത്തെ ഒരുപോലെയുള്ള ഭാഗങ്ങളായിരിക്കുന്നു. ഷെയ്ഡ് ചെയ്ത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ ടോട്ടൽ എത്ര ഭാഗം ഉണ്ടെന്ന് നോക്കുക. 4, 5, 6, മൊത്തം 6 ഭാഗമാണ്. അപ്പോൾ 5 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5/6 എന്ന് എഴുതുക. 5/6 എന്ന് എഴുതുക. ബി ക്വസ്റ്റ്യൻ. ഇതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യയെ 1/2ൻ്റെയും മറ്റൊരു ഭിന്നസംഖ്യയുടെയും തുകയായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 + 1/3. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഓർ എങ്ങനെ 1/2 + 2/6 എന്ന് എഴുതാം. ഇനി 1/4 + 1/8 എന്നത് ഒരു വൃത്തം വരച്ച് ഷെയ്ഡ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സർക്കിൾ വരച്ചിട്ട് 8 തുല്യ ഭാഗങ്ങളാക്കുക. എന്നിട്ട് 8ൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക. 8 ഭാഗങ്ങളാക്കി മാറ്റണം. ഇങ്ങനെ എത്രയാണ്? 1, 2, 3, 4, 5, 6, 8 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുക. അതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക. 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അതാണ് സിയുടെ ഉത്തരമായിട്ട് വരിക. ഒരു സർക്കിൾ വരച്ച് 8 തുല്യ ഭാഗങ്ങളാക്കുക. എന്നിട്ട് അതിനകത്ത് 3/8 ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഇനി ഡി ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും നോക്കൂ. പ്രസ്താവന 1/3 + 1/6 എന്നത് 1/2നേക്കാൾ കൂടുതലാണ്. കാരണം 3/6 എന്നത് 1/2ന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ചുവടെ കൊടുത്തവയിൽ ശരി ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്. കാരണം ശരിയാണ്. 3/6 എന്നത് 1/2ന് തുല്യമാണ്. പക്ഷേ 1/3 + 1/6 എന്നത് 1/2നേക്കാൾ കൂടുതലാണെന്ന പ്രസ്താവന തെറ്റാണ്.
അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പുതുവത്സര ഓഫർ വസ്ത്രങ്ങൾക്ക് 30% വരെ വിലക്കുറവ്. ഒരു പോസ്റ്ററാണ്. ഇനി പരസ്യം കണ്ടല്ലോ, ഒരു പരസ്യമാണ്. ഈ കടയിൽ നിന്ന് 100 രൂപയ്ക്ക് വസ്ത്രം വാങ്ങിയാൽ കിട്ടുന്ന വിലക്കുറവ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 30 രൂപയാണ്. എത്രയാണ്? 30% വിലക്കുറവ്. ഇപ്പോൾ ഈ കടയിൽ നിന്ന് 100 രൂപയ്ക്ക് വസ്ത്രം വാങ്ങിയാൽ കിട്ടുന്ന വിലക്കുറവ് എത്രയായിരിക്കും? 30 രൂപയായിരിക്കും. 30 രൂപയായിരിക്കും. ഓക്കെ. ബി ക്വസ്റ്റ്യൻ. അബു ഈ കടയിൽ നിന്ന് വസ്ത്രം വാങ്ങിയപ്പോൾ 90 രൂപ കുറവ് കിട്ടി. അബു എത്ര രൂപയുടെ വസ്ത്രമാണ് വാങ്ങിയത്? അപ്പോൾ 100 രൂപയ്ക്ക് വസ്ത്രം വാങ്ങിയാൽ 30 രൂപയാണ് കുറവ് കിട്ടണമെങ്കിൽ, 90 രൂപ കുറവ് കിട്ടണമെങ്കിൽ അവൻ എത്ര വാങ്ങിച്ചിട്ടുണ്ടാവും? 100 രൂപയ്ക്ക് 30 ആണെങ്കിൽ പിന്നെ 200 രൂപയ്ക്ക് എത്രയായിരിക്കും? 60 ആയിരിക്കും അല്ലേ? അപ്പോൾ 300 രൂപയ്ക്ക് എത്രയായിരിക്കും? 90 ആയിരിക്കും. അപ്പോൾ 300 രൂപയ്ക്കാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്? വസ്ത്രം വാങ്ങിച്ചിരിക്കുന്നത്. സി ക്വസ്റ്റ്യൻ. രാജു ഈ കടയിൽ നിന്ന് 1500 രൂപയ്ക്ക് വസ്ത്രം വാങ്ങി. രാജു എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് വിലക്കുറവ് എത്രയായിരിക്കും? 1500 ആണെങ്കിൽ അവന് 468 രൂപയാണ് വിലക്കുറവ്. 468 രൂപയാണ്. അപ്പോൾ 1560 മൈനസ് എന്ത് ചെയ്താൽ മതി? 1560 മൈനസ് 468. അതായത് 100 രൂപയ്ക്ക് 30 അല്ലേ? അപ്പോൾ 1500 രൂപയ്ക്ക് എത്രയായിരിക്കും? 468 രൂപയായിരിക്കും. 468 രൂപയായിരിക്കും. അപ്പോൾ 1560 468 മൈനസ് ചെയ്താൽ 1092 എന്ന്. അപ്പോൾ അവൻ 1092 രൂപയാണ് കൊടുക്കേണ്ടത്. ഇനി ഡി ക്വസ്റ്റ്യൻ. 30% വിലക്കുറവ് എന്നതിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. താഴെ 500 രൂപയ്ക്ക് 100 രൂപ വിലക്കുറവ്, 150 രൂപയ്ക്ക് 60 രൂപ വിലക്കുറവ്, 1 രൂപയ്ക്ക് 30 പൈസ വിലക്കുറവ്, 1000 രൂപയ്ക്ക് 300 രൂപ വിലക്കുറവ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് 3ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ ശരിയാണ്. 1000 രൂപയ്ക്ക് 300 രൂപ വിലക്കുറവ്. നാലാമത്തതും ശരിയാണ്. ഇനി മൂന്നാമത്തതും ശരിയാണ്. 1 രൂപയ്ക്ക് 30 പൈസ വിലക്കുറവ്. 3ഉം 4ഉമാണ് ശരി. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ. 3ന്റെ തുടർച്ചയായ 5 ഗുണിതങ്ങൾ എഴുതാണ്. അപ്പോൾ 3ന്റെ 5 ഗുണിതങ്ങൾ എഴുതാണ് വേണ്ടത്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ. അതിലെ ആദ്യത്തെയും അഞ്ചാമത്തെയും സംഖ്യകളുടെ തുകയും രണ്ടാമത്തെയും നാലാമത്തെയും സംഖ്യകളുടെ തുകയും തമ്മിൽ എന്താണ് ബന്ധം? കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് തുകകൾ ഈക്വൽ ആയിരിക്കും. തുകകൾ തുല്യമാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ്. തുകകൾ തുല്യമാണ്, അങ്ങനെയാണ് എഴുതേണ്ടത്. തുകകൾ ഈക്വൽ ആണ് എന്നാണ് എഴുതേണ്ടത്. അതായത് രണ്ടാമത്തെ സംഖ്യ ആദ്യ സംഖ്യയോട് 3 കൂട്ടിയതായിരിക്കും അല്ലേ? രണ്ടാമത്തെ സംഖ്യ ആദ്യ സംഖ്യയോട് 3 കൂട്ടിയതാണ്. നാലാമത്തെ സംഖ്യ അഞ്ചാമത്തെ സംഖ്യയിൽ നിന്ന് എന്തായിരിക്കും? 3 കുറച്ചതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതിയാലും ഉത്തരം കിട്ടും. തുകകൾ തുല്യമാണെന്ന് എഴുതിയാലും കിട്ടും. അല്ലെങ്കിൽ എന്താണ്? രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ സംഖ്യയോട് 3 കൂട്ടിയതായിരിക്കും. ഇപ്പോൾ 3 എന്ന് എഴുതി അടുത്ത 3 കൂട്ടുന്നതായിരിക്കും അടുത്ത സംഖ്യ 6 എന്ന് പറയണത് അല്ലേ? ഇനി അപ്പോൾ നാലാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? നാലാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നാലാമത്തെ സംഖ്യയുടെ നാലാമത്തെ സംഖ്യ അഞ്ചാമത്തെ സംഖ്യയിൽ നിന്ന് എന്തായിരിക്കും? നാലാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ സംഖ്യ. ഇപ്പോൾ അഞ്ചാമത്തെ സംഖ്യ എടുത്താൽ അഞ്ചാമത്തെ സംഖ്യയിൽ നിന്ന് 3 കുറയ്ക്കുന്നതായിരിക്കുമല്ലേ നാലാമത്തെ സംഖ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ 3 എടുത്താൽ അടുത്ത സംഖ്യ 6 ആയിരിക്കും. അപ്പം ആദ്യത്തെ സംഖ്യയോട് 3 കൂട്ടിയതാണ് രണ്ടാമത്തെ സംഖ്യ. ഇനി നാലാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 11 ആണെങ്കിൽ അടുത്ത സംഖ്യ ഇപ്പോൾ 11ൽ നിന്ന് എന്തായിരിക്കും? 3 കുറച്ചതായിരിക്കും എന്തെന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യ. നാലാമത്തെ സംഖ്യയിൽ നിന്ന് മൂന്നാമത്തെ സംഖ്യ കുറച്ചതായിരിക്കും എന്തെന്ന് പറയുന്നത് 3 കുറച്ചതായിരിക്കും മൂന്നാമത്തെ സംഖ്യ. അതുപോലെയാണ് അഞ്ചാമത്തെ സംഖ്യയിൽ നിന്ന് 3 കുറച്ചായിരിക്കും നാലാമത്തെ സംഖ്യ. അപ്പം അങ്ങനെ എഴുതിയാൽ ഉത്തരം നിങ്ങൾക്ക് ശരിയാണ്. ഇനി സി ക്വസ്റ്റ്യൻ. ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും തുകയ്ക്ക് നടുവിലെ സംഖ്യയുമായി എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നടുവിലെ സംഖ്യയുടെ 2 മടങ്ങായിരിക്കും. എന്താണ്? നടുവിലെ സംഖ്യയുടെ 2 മടങ്ങായിരിക്കും. 2 ടൈംസ് ഇരട്ടി അല്ലേ? 2 ടൈംസ് ആയിരിക്കും. അപ്പം 2 മടങ്ങാണ്. 2 മടങ്ങ് തുക നടുവിലെ സംഖ്യയുടെ 2 മടങ്ങായിരിക്കും. 2 മടങ്ങായിരിക്കും. ഇനി
ഡി ക്വസ്റ്റ്യൻ 185 പ്ലസ് 299 എന്നത് താഴെ കൊടുത്തവയിൽ ഏതിന് തുല്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 184 പ്ലസ് 300 ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 184 പ്ലസ് 300. നാലാമത്തേൽ ബി 2, 5, 8, 11 എന്നീ സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന മിച്ചം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 2 ആണ്. എത്രയാണ്? 2. ഈ ബി ക്വസ്റ്റ്യൻ ഈ ശ്രേണിയിലെ ഏത് 2 സംഖ്യകളുടെ വ്യത്യാസവും 3ന്റെ ഗുണിതമാണോ? എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3ന്റെ എന്താണ്? ഗുണിതമാണ്, മൾട്ടിപ്പിൾ ആണ്. എന്തുകൊണ്ടായിരിക്കും? അതായത് ആ ശ്രേണിയിലെ ഏത് 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോഴും 3 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മിച്ചമായ 2 കുറച്ച് കുറച്ചാണ് പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? 3ന്റെ ഗുണിതമായിരിക്കും അല്ലേ? ബാക്കിയുള്ളത് 3ന്റെ ഗുണിതം. ഈ ശ്രേണിയിലെ എന്താണ്? ഏത് 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോഴും 3 കൊണ്ട് ഹരിക്കുമ്പോഴുമുള്ള മിച്ചമായ 2 കുറച്ചു പോകുന്നു. 3 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മിച്ചമായ 2 കുറച്ചു പോകുന്നു. ബാക്കിയുള്ളത് 3ന്റെ ഗുണിതമായിരിക്കും. ഇനി സി ക്വസ്റ്റ്യൻ 600 മൈനസ് 198 എന്നത് 599 നിന്ന് ഏത് സംഖ്യ കുറച്ചതിന് തുല്യമാണ്? ഏത് സംഖ്യ കുറച്ചതിന് തുല്യമാണ്? 197 എന്നാണ് ഉത്തരം. 197. ഇനി ഡി ക്വസ്റ്റ്യൻ 102 മൈനസ് 98 തുല്യമല്ലാത്തത് താഴെ തന്നതിൽ ഏതാണ്? 102 മൈനസ് 98 തുല്യമല്ലാത്തത് താഴെ തന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 106 മൈനസ് 100 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു കടയിൽ സാധനങ്ങൾക്ക് 9% വിലക്കിഴിവ് ലഭിക്കുന്നു. 10 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന വിലക്കിഴിവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 90 പൈസ. ഒരു കടയിൽ നിന്ന് സാധനങ്ങൾക്ക് 9% വിലക്കിഴിവ് ലഭിക്കണമെങ്കിൽ 10 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന വിലക്കുറവ് എത്രയായിരിക്കും? 90 പൈസ അല്ലേ? 90 പൈസയായിരിക്കും. ബി 160 രൂപയുടെ സാധനങ്ങൾക്ക് 9% വിലക്കുറവ് ലഭിച്ചാൽ വിലക്കിഴിവ് എത്ര രൂപ? 160 രൂപയുടെ സാധനങ്ങൾക്ക് 9% വിലക്കുറവ് ലഭിച്ചാൽ വിലക്കിഴിവ് എത്രയായിരിക്കും? 14 രൂപയും 40 പൈസ. 14 രൂപയും 40 പൈസയുമായിരിക്കും. ഇനി 2500 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ 200 രൂപ വിലക്കിഴിവ് ലഭിക്കുന്നു എങ്കിൽ വിലക്കിഴിവ് എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1 രൂപയ്ക്ക് 8 പൈസയായിരിക്കും. 1 രൂപയ്ക്ക് 8 പൈസയായിരിക്കും. അപ്പോൾ 100 രൂപയ്ക്ക് എത്രയായിരിക്കും? 1 രൂപയ്ക്ക് 8 പൈസയാണെങ്കിൽ 2500 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ 200 രൂപ വിലക്കിഴിവ് ലഭിക്കുന്നു എങ്കിൽ വിലക്കിഴിവ് എത്ര ശതമാനം എന്നാണ്. അപ്പോൾ 1 രൂപയ്ക്ക് 8 പൈസയാണ് കിട്ടുക. അപ്പോൾ 100 രൂപയ്ക്ക് എത്രയായിരിക്കും? 100 രൂപയ്ക്ക് 800 പൈസയായിരിക്കും. 800 പൈസ, അതായത് 8% വിലക്കിഴിവ് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ 8% എന്നാണ് ഉത്തരം എഴുതേണ്ടത്. 8% വിലക്കിഴിവ് എന്ന് പറയുന്നത്. ഇനി ഡി ക്വസ്റ്റ്യൻ 1 രൂപയ്ക്ക് 1 പൈസ വിലക്കുറവ് എന്നതിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? 1 രൂപയ്ക്ക് 1 പൈസ വിലക്കുറവ് എന്നതിന് തുല്യമായത് താഴെ കൊടുത്തതിൽ ഏതാണെന്നാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 10 രൂപയ്ക്ക് 1 രൂപ. സോറി, ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ ബി. 10 രൂപയ്ക്ക് 10 പൈസ. 10 രൂപയ്ക്ക് 10 പൈസ. 10 രൂപയ്ക്ക് 10 പൈസയാണ് ശരിയായ ഉത്തരം. ആറാമത്തെ ക്വസ്റ്റ്യൻ രാധയ്ക്ക് തൻ്റെ വീട്ടിലെ പശുവിൽ നിന്നും 4.250 ലിറ്റർ പാൽ ലഭിച്ചു. ഇതിൽ 0.750 ലിറ്റർ പാൽ രാമുവിൻ്റെ വീട്ടിലും 1.750 ലിറ്റർ പാൽ സമീറിൻ്റെ വീട്ടിലും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ രാമുവിനും സമീറിനും കൂടി കൊടുത്ത പാലിൻ്റെ ആകെ അളവ് എത്രയാണെന്നാണ്. അപ്പോൾ 2.5 ലിറ്റർ ആയിരിക്കും. 2.5 ലിറ്റർ, 2.5 ലിറ്റർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ബാക്കിയുള്ള പാലിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ബാക്കിയുള്ള പാലിൻ്റെ, അപ്പം നിങ്ങൾ നോക്കുക, ബാക്കിയുള്ള പാലിൻ്റെ അളവ് എത്രയായിരിക്കും? 4.25 മൈനസ് എന്താണ്? 2.5, അതായത് 1.750 ലിറ്ററിന് എഴുതുക. ബാക്കിയുള്ള പാലിൻ്റെ ലിറ്റർ അതായിരിക്കും. ഇനി സി ക്വസ്റ്റ്യൻ 25/10 പ്ലസ് 3125/1000 അതിൻ്റെ തുക ദശാംശ രൂപത്തിൽ എഴുതാനാണ്
പറഞ്ഞിരിക്കുന്നത്. ദശാംശ രൂപത്തിൽ നമുക്ക് രണ്ടും കൂടി കൂട്ടിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ 5.625 എന്നാണ് ഉത്തരം വന്നത്. ഓപ്ഷൻ സിയുടെ ഉത്തരം വന്നത് 5.625 എന്നാണ്. ഇവിടുത്തെ സീറോയുടെ ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ ദശാംശ ഡെസിമൽ ബാക്കിൽ നിന്ന് മാറ്റി ഇടാൻ വേണ്ടിയിട്ട്. 5.625 എന്നാണ് ഉത്തരം കിട്ടുക. ഇനി ഡി ക്വസ്റ്റ്യൻ. 5.205 തുല്യമായത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ്. അപ്പോൾ 5.205 എന്നുള്ളതിന് തുല്യമായത് ഏതാണ്? 5 2/10 പ്ലസ് 5/1000 അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ നിങ്ങളുടെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ഉത്തരങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.